بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും വേണ്ടപ്പെട്ടവരെയും പരലോകത്ത് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നെടുക്കുന്ന വീഡിയോ 169. ഇതിൽ നാസിയാത്ത് സൂറത്തിൽ നിന്നുള്ള 13-ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഖാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ ഇൻ കാനൽ ബഅസു ഹഖൻ വബഅസനാ ബഅദ മൗതിനാ ഫസൗഫ നകൂനു മിനൽ ഖാസിരീൻ ലിഅന്നനാ മിൻ അഹ്ലിൻ നാർ എന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് മരണശേഷം നമ്മൾക്ക് പുനർജന്മം നൽകിയിട്ട് നമ്മളെ വീണ്ടും ഹയാത്താക്കുകയാണെങ്കിൽ നമ്മൾ വലിയ നഷ്ടത്തിൽപ്പെട്ടവരാവും. അങ്ങനെ ഒരു പുനർജന്മം നമ്മൾക്ക് നൽകിയാൽ, കാരണം നമ്മൾക്ക് നരകമാണ് കിട്ടുക. അപ്പം നരകത്തിൽ ജീവിക്കേണ്ടി വരും, അത് വലിയ നഷ്ടമാണല്ലോ എന്നവർ പറയും. അത് പരിഹാസപൂർവം പറയുന്നതാ, അവര് കാര്യത്തിൽ പറയുന്നതല്ല. അവര് പുനർജന്മത്തെ അവര് നിഷേധിച്ചു തള്ളുന്നു, പരിഹസിച്ചു തള്ളുന്നു. പിന്നെ നരകം എന്ന് പറഞ്ഞാൽ പുനർജന്മത്തെ നിഷേധിക്കുന്നവർക്ക് പിന്നെ അവിടെ നരകമില്ലല്ലോ. നരകം, സ്വർഗം, അങ്ങനെയുള്ള കാര്യങ്ങളും വിചാരണയില്ല, ജസാ ഇല്ല, പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞതില്ല, ഇതൊന്നുമില്ല. പുനർജന്മം എന്നൊന്നില്ല എന്ന് വന്നാൽ പിന്നെ അവിടെ നരകമില്ല, സ്വർഗമില്ല, പ്രതിഫലം തരലുമില്ല, വിചാരണയ്ക്ക് എടുക്കലുമില്ല, അതൊന്നുമില്ല. അപ്പൊ പിന്നെ അവര് പറയുന്ന നരകവാസികളാവും നമ്മൾ എന്ന് പറയുന്നത് അതൊക്കെ പരിഹസിച്ച് പറയാം. അപ്പൊ പരിഹാസമാണ് അവരുടെ പ്രധാന തൊഴിൽ. ഈ പ്രവാചകന്മാരെ മുഴുവൻ പരിഹസിച്ച് തള്ളുന്ന സ്വഭാവക്കാരായിരുന്നല്ലോ. പരിഹസിക്കുക, കളവാക്കുക, ഇതെല്ലാം പ്രവാചകന്മാരുടെ നേരെ ഉപയോഗിച്ചിരുന്ന ശൈലികളായിരുന്നു. മക്കയിലുള്ള മുശ്രിക്കുകള്, ബഹുദൈവ വിശ്വാസികൾ. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു. 12-ാമത്തെ ആയത്താണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 13-ാമത്തേതാണ്. ഫഇന്നമാ ഹിയ സജറത്തും വാഹിദ, 13-ാമത്തെ ആയത്താണ്. എല്ലാം ചെറിയ ചെറിയ ആയത്തുകളാണ്. 1-ാം ജുസുവിന്റെ താഴെയുള്ള സൂറത്തുകളൊക്കെ ചെറിയ ചെറിയ ആയത്തുകളാണ്. അത് നമ്മൾ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും നമസ്കാരത്തിലെല്ലാം ചെറിയ സൂറത്തുകളാണ് നമ്മളൊക്കെ ഓതാറ്. അതിന്റെ പേരിൽ അത് ഓതുമ്പോൾ നമ്മൾ സ്വന്തം ഓതുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും ശരി, ഇമാമുമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ പോലും പിന്നെ അപ്പൊ അതിന്റെ അർത്ഥം, ആശയം ഏകദേശം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമസ്കാരത്തിൽ വളരെ ഉപകാരപ്പെടുന്നതാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത് എടുത്തു കഴിഞ്ഞിട്ട് മറ്റുള്ളതൊക്കെ ഇനി എടുക്കുക എന്ന് വെച്ചത്. അപ്പോൾ കുറെ സുഹൃത്തുക്കൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞല്ലോ. അപ്പൊ അതില് കുറെ സുഹൃത്തുക്കൾ എടുത്തു. 69-ാമത്തെ വീഡിയോ ആണത്. ഇതുവരെ എടുത്ത സൂറത്തുകള് ആദ്യം യാസീൻ സൂറത്ത് കഴിഞ്ഞു, പിന്നെ അൽ കഹ്ഫ് സൂറത്ത്, മറിയം സൂറത്ത്, ഖസസ് സൂറത്ത്, താഹ സൂറത്ത്, പിന്നെ ഫുർഖാൻ സൂറത്ത്, പിന്നെ നബഅ സൂറത്ത്. 7-8 സൂറത്തുകൾ കഴിഞ്ഞു. ഇപ്പൊ ഇത് 9-ാമത്തെ സൂറത്താണ്, നാസിയാത്ത് സൂറത്ത്. ഇത് 1-ാം ജുസുവിന്റെ താഴെയുള്ള സൂറത്തുകളാണ്. ഇൻഷാ അല്ലാഹ് ഇത് ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ എത്തിയിട്ടാണ് ഇത് അവസാനിക്കുക.
പിന്നെ നമുക്ക് മറ്റുള്ള സൂറത്തുകളൊക്കെ തുടങ്ങാം. അപ്പോ തിൽക്കൈതൻ കറത്തും ഖാസിറ എന്ന് പറഞ്ഞത് പരിഹാസപൂർവ്വം പറഞ്ഞതാണെന്ന് മനസ്സിലായല്ലോ. ഇനി പറയുന്നത് ഇന്നമാഹിയ സജറത്തും വാഹിദ, തീർച്ചയായിട്ടും അതൊരു ഭീകരമായ ഒരു അട്ടഹാസമാണ് എന്നാണ്. ഇന്നമാഹിയ തീർച്ചയായും മത സജറത്തും ഒരു അട്ടഹാസമാണ്. വാഹിദ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരട്ടഹാസം. സജറത്തും വാഹിദ അത് എന്തിനെ പറ്റിയാ പറയുന്നത്? ഈ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതുന്ന അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതുക രണ്ടാമത്തെ ഊത്താണ്. രണ്ടാമത്തെ ഊത്ത് ഒന്നാമത്തെ ഊത്ത് ഊതിയപ്പോൾ എല്ലാ ജീവജാലങ്ങളും മരണപ്പെട്ടു കഴിഞ്ഞു. രണ്ടാമത്തെ ഊത്തിന് ആ മരണപ്പെട്ടു പോയവരെല്ലാം ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റു. അവര് മഹ്ശറയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൽ എല്ലാവർക്കും പുനർജന്മം കിട്ടിക്കഴിഞ്ഞു. ഇത് സംഭവിക്കുന്ന കാര്യമാണല്ലോ, ഇതിലൊരു സംശയമില്ല. ഇന്നമാഹിയ സേഹത്തും വാഹിദ, തീർച്ചയായും അത് ഒരു അട്ടഹാസമാണ്, വലിയൊരു അട്ടഹാസം. സൂറിൽ ഊതപ്പെടും. അങ്ങനെ വരുമ്പോൾ ഖിയാമിനൽ ഖുബൂരി, കബറകളിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂറിൽ ഊതപ്പെടുന്നത്. അങ്ങനെ ആണ് ആ ഊത്ത് നടന്നു കഴിഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി അതാണ്, സൂറിൽ ഊതുക. അപ്പോൾ ആ കാഹളം, അത് എന്താണ് ഈ കാഹളം എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നുള്ളതൊന്നും നമുക്ക് പരിചയമില്ല. അത് കാഹളത്തിൽ ഊത്, ആ ഊത് എന്നുള്ളത് ബാഹ്യലോകത്തിന് അത് മനസ്സിലാവാൻ എങ്ങനെ ഒരു വലിയൊരു അട്ടഹാസമായിട്ടാണ് രൂപാന്തരപ്പെടുക. ആ അട്ടഹാസത്തിൽ എല്ലാ ചരാചരങ്ങളും മരിച്ചു പോകും ഒന്നാമത്തെ അട്ടഹാസത്തിൽ. രണ്ടാമത്തേതിൽ മരിച്ചവരെല്ലാം പുനർജന്മം കിട്ടും, അവർക്ക് ജീവൻ കിട്ടും. ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പോഴാണ് മുമ്പ് നമ്മൾ യാസീൻ സൂറത്തിൽ പറഞ്ഞതുപോലെ പല പ്രാവശ്യം പറഞ്ഞു, മംബഅസനാമിൻ മർഖദിന, ഈ സുഖനിദ്രയിൽ നിന്ന് ആരാണ് ഞങ്ങളെ ഉണർത്തിയത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരും. അങ്ങനെ എഴുന്നേറ്റിട്ട് ഭൂമിയുടെ മേൽഭാഗത്ത്, ഭൂമിയുടെ ഉൾഭാഗത്തായിരുന്നല്ലോ ഇതുവരെ ഖബറിൽ കിടക്കുന്ന ആളുകൾ. ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ മേലോട്ട് വരും. എല്ലാം ജീവൻ ഉണ്ടാവും, അവർക്ക് ഹയാത്തുണ്ടാവും. ഈ ഹയാത്തിലായിട്ട് അവര് മേൽഭാഗത്തായിട്ട് പിന്നമാഹിയ സുജറത്തും വാഹിദ ഫൈദാഹും ബിസ്സാഹിറ, അങ്ങനെ ആ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ അവർക്ക് ജീവൻ കിട്ടി. അവരെല്ലാവരും ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുന്നുണ്ടാവും. അവര് ആദ്യമായിട്ട് പിന്നെ എത്രയോ വർഷങ്ങളായിട്ട്, 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകളൊക്കെ അവരുടെ ആ ഖബറിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആളുകള് പുറത്തേക്ക് വന്ന് ഭൂമിയുടെ മേൽഭാഗത്ത് ഇങ്ങനെ നിലയുറപ്പിക്കും. അതാണ് പിതാവും ബിസ്സാഹിറ എന്ന് പറയുന്നത്. 14-ാമത്തെ ആയത്താണ്. 15-ാമത്തെ ആയത്ത് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ദഅവത്ത് നടത്തി. മുശ്രിക്കുകളെ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ അധികം ദഅവത്ത് നടത്തി. പക്ഷെ കൂടുതൽ ആളുകളൊന്നും വരുന്നില്ല. വരാതെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ ഇവർ അനുസരിക്കാതെ വരുമ്പോൾ നബിക്ക് സ്വാഭാവികമായും വിഷമമുണ്ടാവും. വിഷമമുള്ള സന്ദർഭങ്ങൾ പലതും കഴിഞ്ഞു കിടന്നിട്ടുണ്ട്. അപ്പൊ ആ വിഷമത്തിന് സാന്ത്വനപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പറയുന്നത് അടുത്ത ആയത്ത് മുതൽ ഏതാനും ആയത്തുകൾ മൂസ നബിയുടെയും ഫിറഔന്റെയും ചരിത്രം പറഞ്ഞ് നബിയെ സാന്ത്വനപ്പെടുത്തുവാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് തൽക്കാലം ആ പുനർജന്മത്തെ പറ്റിയൊക്കെ പറഞ്ഞ് അത് തൽക്കാലം നിർത്തിയിരിക്കുക. എന്നിട്ട് ഇനിയിപ്പോ പറയുന്നത് 15-ാമത്തെ ആയത്ത്, ഹൽ അത്താക്ക ഹദീസ് മൂസ. നബിയോട് അല്ല ചോദിക്കുകയാണ്, ഹൽ അത്താക്ക, അല്ലയോ പ്രവാചകരെ, ഹൽ അത്താക്ക നിങ്ങൾക്ക് വന്നോ,
ഹദീസ് മൂസ, മൂസയെ സംബന്ധിച്ചുള്ള വാർത്ത അല്ലെങ്കിൽ മൂസയുടെ ചരിത്രം, മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, ഫിർഔനുമായുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചരിത്രം നിങ്ങൾക്ക് വന്നോ എന്നാ ചോദിക്കുന്നത്. ഈ വന്നോ എന്ന് ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻ രൂപത്തിൽ പറയുന്നതിന് അത് അല്ലാഹു പറയുന്നത് ഇസ്തിഫാമാണ്, ചോദിച്ചറിയാം. അത് ചോദിച്ചറിയണത് അറിയാത്ത ആളായിട്ട് വേണ്ടി, അള്ളാഹുവിനെല്ലാം അറിയാമല്ലോ. അപ്പോൾ റസൂലിനെ മനസ്സിലാക്കി കൊടുത്തോ ഇല്ല എന്നുള്ള അള്ളാഹുവിനെ അറിഞ്ഞൂടെ. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ ക്ഷണിക്കുക. ശ്രദ്ധ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ നബിക്ക് ഈ വിഷയമായിട്ട് ഇത് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവണം. അതുപോലെ തന്നെ ആഗ്രഹം കൂടുതൽ ഉണ്ടാവണം ഇത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ മൂസ നബിയുടെയും ഫിറഔന്റെയും ചരിത്രം എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാവാനും ആഗ്രഹം ഉണ്ടാവാനും വേണ്ടിയാണ് ഈ നിലയിൽ അല്ലാഹു ചോദിച്ചത് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അത് അത്താക്ക ഹദീസ് മൂസ, മൂസയുടെ ചരിത്രം നിങ്ങൾക്ക് വന്നോ എന്നാ ചോദ്യം. 15-ാമത്തെ ആയത്താണ്. എല്ലാം ചെറിയ ആയത്തുകളാണ്. 16-ാമത്തെ ആയത്ത്, ഇത് നാദാഹു റബ്ബുഹു ബിൽവാദിൽ മുഖദ്ദസി തുവാ. ഇത് നാദാഹു റബ്ബുഹു, മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ രക്ഷിതാവ് മൂസ നബിയെ വിളിച്ച സന്ദർഭം അത് ശ്രദ്ധേയമാണ്. ബിൽ വാദിൽ മുഖദ്ദസി, ബിൽവാദി ആ താഴ്വരയിൽ വെച്ച്. എങ്ങനെയുള്ള താഴ്വര? അൽ മുഖദ്ദസി, പരിശുദ്ധമായ താഴ്വര. പരിശുദ്ധമായ താഴ്വരയിൽ വെച്ച്. എന്താണ് ആ താഴ്വരയുടെ പേര്? തുവാ. തുവാ എന്ന പരിശുദ്ധമായ താഴ്വരയിൽ വെച്ച് മൂസ നബിയുടെ രക്ഷിതാവ് അദ്ദേഹത്തെ വിളിച്ച സന്ദർഭം നബി ഓർക്കണം, ശ്രദ്ധേയമാണ് എന്നൊക്കെ പറയാം. അപ്പൊ ഇതിനാദാഹു റബ്ബുഹു ബിൽവാദിൽ മുഖദ്ദസി തുവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുക, മൂസ നബിനെ അള്ളാഹ് വിളിച്ചു. അള്ളാഹ് വിളിച്ചിട്ട് അവിടെ വെച്ചിട്ട് മുനാജാത്ത് നടത്തി. അള്ളാഹു മൂസ നബിയുമായിട്ട് സംസാരിച്ചു. അത് തൂരിസീന പർവ്വതത്തിന്റെ താഴ്ഭാഗത്താണ്. മൂസ നബിയോട് അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പറയാം. അത് ഇതിന്റെ തഫ്സീർ വായിക്കാം. ഹീന നാജാഹു റബ്ബുഹു, മൂസ നബിയുടെ രക്ഷിതാവ് മൂസ നബിയായിട്ട് മുനാജാത്ത് നടത്തിയ സന്ദർഭം എവിടെ വെച്ച്? ബിൽ വാദിൽ മുത്തഹരി, പരിശുദ്ധമായ താഴ്വരയിൽ വെച്ചാൽ മുബാറക്കി, അനുഗ്രഹീതമായ പരിശുദ്ധമായ താഴ്വരയിൽ വെച്ച്. അൽ മുസമ്മ തുവ, തുവ എന്ന് പേര് പറയപ്പെടുന്ന അനുഗ്രഹീതമായ തൂരിസീന പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് അള്ളാഹു മുനാജാത്ത് നടത്തി. ആരായിട്ട്? മൂസ നബിയായിട്ട്. ആ മൂസ നബിനെ അള്ളാഹ് വിളിച്ചിട്ടാണ് മുനാജാത്ത് നടത്തിയത്. അവിടെ വെച്ച് സംസാരിക്കുക. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് മൂസ നബിക്ക് റിസാലത്ത്, പ്രവാചകത്വം നൽകുന്നത്. ഖായിലൻ ലഹു, അള്ളാഹ് പറയാണ് മൂസ നബിയോട്. പറഞ്ഞത് എന്താണ്? മൂസ നബിയെ വിളിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞ കാര്യം എന്താണ്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഇതാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇദ്ഹബ്, നീ പോകണം. മൂസ നബിയോട് പറയാം, മൂസ നീ പോകണം. ഇത് ഇലാ ഫിർഔന, ഫിർഔന്റെ അടുത്തേക്ക് പോകണം. ഇന്നഹു തഗാ, തീർച്ചയായും അവൻ എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുകയാണ്. എല്ലാ പരിധിയും. അവനൊരു രാജാവായിട്ട് ഈജിപ്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവാണ്, അല്ലെങ്കിൽ അവൻ ചക്രവർത്തിയാണ്. അവൻ നാട്ടുകാരെ സ്വച്ഛാധിപത്യത്തോടു കൂടിയാണ് അവൻ ഭരണം നടത്തുന്നത്. സ്വച്ഛാധിപതിയാണ്, വലിയ സ്വച്ഛാധിപതിയാണ്. വലിയ അക്രമങ്ങളൊക്കെ, ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കാൻ സമ്മതിക്കാത്ത നിലക്ക് അവിടെ ബനി ഇസ്രായേലിനെ ഏറ്റവും അധികം ശല്യം ചെയ്യുന്ന ഒരു വ്യക്തി അവന്റെ ഈജിപ്തിലുണ്ടെങ്കിൽ അത് അവിടുത്തെ രാജാവ് തന്നെ, അതായത് ഫിർഔൻ തന്നെ. ഫിർഔൻ എന്നുള്ളത് ഈ ഡൈനാസ്റ്റി ഓഫ് കിങ്സ്,
രാജാക്കന്മാരുടെ ഒരു സ്ഥാനപ്പേരാണ്. അങ്ങനെ അത് എത്യോപ്യയിലും അവിടെ പറയുന്ന ഒരു പേരുണ്ട്. പിന്നെ രാജാവിന് ചിലയിടത്ത് പിന്നെ അതുപോലെ അനൂഷർവാൻ എന്ന് പറയുന്ന ഈ പേർഷ്യയിൽ പറയുന്ന ഒരു പേരുണ്ട് രാജാക്കന്മാർക്ക്. ഈജിപ്തിൽ പറയുന്ന പേരാണ്. അതുപോലെ റോമൻ സാമ്രാജ്യത്തിൽ പറയുന്ന ഒരു പേരുണ്ട് കൈസർ എന്ന, സീസർ ചക്രവർത്തി. ഈ കൈസർ അല്ലെങ്കിൽ സീസർ എന്നൊക്കെ പറയുന്നത് സ്ഥാനപ്പേരാണ്, രാജാക്കന്മാർക്കുള്ള പേരാണ്. അതുപോലെ ഇവിടെ ഫിറോവന്മാര് കുറെ അധികം കഴിഞ്ഞു പോയിട്ടുണ്ട് ഈജിപ്തില്. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഫിറോവനാണ്. ഇത് മൂസ നബി മൂസ നബിയുടെ കാലത്തുള്ള ഒരു ഫിറോവനാണ്. ഈ ഫിറോവനാണ് ഏറ്റവും സ്വച്ഛാധിപതിയായിട്ട് രാജ്യം ഭരിച്ചിരുന്നത്. അവിടെ ബനി ഇസ്രായേലിന് കിബിത്തികളും രണ്ടു തരം ആളുകളാണ് അവന്റെ പ്രജകളിൽ ഉണ്ടായിരുന്നത്. കിബിത്തി എന്ന് പറയുന്നത് ഫിറോവന്റെ ആളുകളാണ്. ബനി ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയായിട്ട് വന്ന ആളുകളാണ്. ഇവരോട് വലിയ ക്രൂരത കാണിച്ചിരുന്നവനായിരുന്നു ഫിറോവൻ. അതുകൊണ്ട് ആ സമയത്താണ് മൂസ നബിയെ റിസാലത്ത് കൊടുത്ത് അയക്കുന്നത്. അല്ലാഹ് പറയാണ്, ഇദ്ഹബ്, നീ പോകണം, ഇലാ ഫിറഔന, ഫിറഔന്റെ അടുത്തേക്ക് പോകണം. ഇന്നഹു, തീർച്ചയായും ഫിറഔൻ, തഗാ, അവൻ പരിധി ലംഘിച്ചിരിക്കുന്നു, വലിയ അക്രമിയായിരിക്കുന്നു. ഇദ്ഹബ് ഇലാ, ആ താഗിയായ, ആ ജബ്ബാറായ, ജബ്ബാർ എന്ന് പറഞ്ഞാൽ സ്വച്ഛാധിപതി, താഗിയത്ത് എന്ന് പറഞ്ഞാലും സ്വച്ഛാധിപതി, ആ സ്വച്ഛാധിപതിയായ ഫിറഔന്റെ അടുത്തേക്ക് പോയിട്ട് അവനെ ഉപദേശിക്കണം, അവന് ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, തൗഹീദിലേക്ക് ക്ഷണിക്കണം. അല്ലദീ ജാവസൽ ഹദ്ദ, ഫിറഔൻ പരിധിയൊക്കെ ലംഘിച്ചിരിക്കുന്നു, വിട്ടുകടന്നിരിക്കുന്നു, ഫിർദുൽമി, അക്രമത്തിലും തുഗ്യാനി, സ്വച്ഛാധിപത്യത്തിലും എല്ലാ പരിധികളും ലംഘിച്ച മനുഷ്യനാണ് അവൻ. അവനാണ് രാജ്യം ഭരിക്കുന്നത്. എന്നിട്ട് അവനെ പോയിട്ട് ഫഖുൽ, അവനോട് ചോദിക്കണം. അത് 18-ാമത്തെ ആയത്ത്. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക, അവനോട് ചോദിക്കുക, ഹല്ലക, നിനക്കുണ്ടോ, ഇലാ അൻ തസക്ക, നീ എല്ലാ തെറ്റുകുറ്റങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധനാവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കണം. ഹല്ലക്ക, നിനക്കുണ്ടോ, റഗ്ബത്തുൻ, അതിന്റെ തഫ്സീറില് ഹല്ലക്ക ഇലാ അൻ തസക്ക എന്ന് മാത്രമേ ഉള്ളൂ ആയത്ത്. ഹല്ലക്ക റഗ്ബത്തുൻ, നിനക്ക് ആഗ്രഹമുണ്ടോ, ഇലാ അൻ തസക്ക, നീ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിനെ പേടിച്ച് നീ അങ്ങനെ പേടിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നീ രക്ഷപ്പെടും. അതുകൊണ്ട് നിനക്കതിന് ആഗ്രഹമുണ്ടോ എന്നാണ് മൂസ നബിയോട് ചോദിക്കാൻ പറഞ്ഞത്. അവിടെ പോയിട്ട് ചോദിക്കാൻ. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ വാഹദിയൊക്കെ, നിന്നെ ഞാൻ സന്മാർഗം നിനക്ക് കാണിച്ചു തരാം. ഇലാ റബ്ബിക്ക, നിന്റെ റബ്ബിലേക്കുള്ള സന്മാർഗം വഴി ഞാൻ കാണിച്ചു തരാം. ഫതഖ്ഷ, അപ്പോൾ നീ അള്ളാഹുവിനെ ഭയപ്പെടും. അങ്ങനെ ഭയപ്പെടുവാനും ഈ സന്മാർഗം ഞാൻ കാണിച്ചു തരുന്ന സന്മാർഗം സ്വീകരിക്കുവാനും നിനക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നീ പരിശുദ്ധനായി, നീ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരിശുദ്ധനായ നിലയ്ക്ക് നീ രക്ഷപ്പെടും. അതുകൊണ്ട് അങ്ങനെ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി അള്ളാഹു മൂസ നബിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ റിസാലത്ത്, നുബുവത്തിന്റെ ദൗത്യവുമായിട്ട് മൂസ നബിയെ അയക്കുകയാണ്. അത് മറ്റുള്ള പിന്നെ താഹ സൂറത്തിലും ഖസസ് സൂറത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൂടെ ഫിറഔന്റെ മൂസ നബിയുടെ കൂടെ അനുജൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമും ഉണ്ട്. ഹാറൂൻ നബിന്റെ കൂടെ അയച്ചു തരണം എനിക്ക് പിന്നെ ഒരു സഹായിയായിട്ട് എന്ന് മൂസ നബി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും സ്വീകരണത്തിൽ അള്ളാഹു തആല പറഞ്ഞു, സ്വീകരിച്ചതായിട്ട് പറഞ്ഞത്, അത് ഊത്തീത്ത സൗലക്കയാ മൂസ, മൂസ നീ ചോദിച്ചതൊക്കെ നിനക്ക് തരപ്പെട്ടു കഴിഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പോ ഇങ്ങനെ ഹാറൂൻ നബിനെ അയച്ചു തരണം എന്ന് പറഞ്ഞതും കൂടെ ഹാറൂൻ നബിക്ക് റിസാലത്ത് കൊടുത്ത് ഹാറൂനെയും കൂടി അയച്ചിട്ടുള്ളത്. അപ്പോ
ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് മൂസ നബി ഫിറൗന്റെ അടുത്തേക്ക് പോകണം. അവിടെ ചെന്ന് ഇതൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ട് അല്ല വിടുന്നത്. അങ്ങനെ ഫറാഹുൽ ആയത്തൽ കുബ്ര, വലിയ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ഇതൊക്കെ അല്ല പറഞ്ഞിട്ടല്ലുള്ളൂ. അപ്പോ ഇവിടുന്ന് കുറെ വാചകങ്ങൾ കളയപ്പെട്ടിട്ടുണ്ട്. അത് സാങ്കല്പികമായിട്ട് നമുക്ക് പറയാം. എന്ത് അബദഹബ മൂസ, അങ്ങനെ മൂസാ നബി ഫിറൗന്റെ അടുത്തേക്ക് പോയി. വദഅഹു, അവനെ ക്ഷണിച്ചു. എന്തിന്? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അല്ലെങ്കിൽ തൗഹീദിലേക്ക് ക്ഷണിച്ചു. കല്ലമഹു, അവനോട് അള്ളാഹു പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവനുമായിട്ട് സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെ അവന്റെ മറുപടി വന്ന് എന്താ? ഫലമ്മംതന, അവൻ വിസമ്മതിക്കുകയാണ്. അനില്ലീമാനെ, വിശ്വസിക്കുന്നതിനെ തൊട്ട് അവൻ വിസമ്മതിച്ചു. അവന് സ്വീകാര്യമായില്ല, അവൻ വിശ്വസിച്ചില്ല. ഈമാൻ അവന് അങ്ങനെ വന്നപ്പോൾ അറാഹുൽ ആയത്തൽ കുബ്ര, മൂസ നബി അലൈഹിസ്സലാം അവന് കാണിച്ചു കൊടുത്തു ആയത്തൽ കുബ്ര, ആ വലിയ ദൃഷ്ടാന്തങ്ങൾ മൂസ ഫിറൗന് കാണിച്ചു കൊടുത്തു. ഫിറൗന് കാണിച്ചു കൊടുത്തപ്പോൾ ഫിറൗൻ ആ വലിയ ദൃഷ്ടാന്തം എന്തായിരുന്നു? ഈ കൽബുൽ ഹയ്യത്തൻ ദസ, വടി വലിയ പാമ്പായിട്ട് രൂപാന്തരപ്പെടലാണ്. ഈ വടിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരവസരത്തിൽ അള്ളാഹു ചോദിച്ചു, മാഫി യമീനിക്ക് യാ മൂസ, മൂസ നിന്റെ വലത്തെ കയ്യിൽ എന്താണത് എന്ന് ചോദിച്ചു. അപ്പൊ മൂസ നബി പറഞ്ഞു, ഈ അസായ, അത് എൻ്റെ വടിയാണ്. അത്തവക്കവ് അലൈഹ, അതിന്റെ ഉപയോഗം പറഞ്ഞു. അത്തവക്കവ് അലൈഹ, ഞാൻ ഇതിൽ ഊന്നി നടക്കും, അല്ലെങ്കിൽ ഇരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽക്കും. ഇതൊക്കെ ചെയ്യുന്ന ഒരു വടിയുടെ ഉപയോഗം പ്രായമായവർക്ക് എങ്ങനെയാ? ആ പ്രയോഗമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രായമൊന്നും ആയിട്ടില്ല, അധികം പ്രായമൊന്നും ആയിട്ടില്ല മൂസ നബിക്ക് ഈ സമയത്ത്. അങ്ങനെ പിന്നെ പറഞ്ഞത് അത്തവക്കവ് അലൈഹ ബാഹുഷു ബിഹാലാമനമി, എൻ്റെ ആടിന് ഞാൻ പിന്നെ ഇലയൊക്കെ പൊട്ടിച്ചു കൊടുക്കും, അത് ഈ വടി കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആടിനെ നോക്കുന്ന കാലത്ത് ഈ വടി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്, കയ്യിലുണ്ട്. അപ്പൊ അതിന്റെ ഉപയോഗം കൂടി പറഞ്ഞു. പിന്നെ പറഞ്ഞു വലിയ ആരിബൂഹറ, വേറെയും കുറെ ആവശ്യങ്ങൾ എനിക്കുണ്ട് എന്നേ പറഞ്ഞുള്ളൂ. ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ വടി പാമ്പാവുന്ന അപ്പോ അല്ല പറഞ്ഞു അൽക്കിഹ യാ മൂസ, അത് നിലത്തിടാൻ പറഞ്ഞു. ഫലമ്മാൽക്കഹ അസ്ബഹത്ത് ഹയ്യത്തൻ ദസ, വലിയൊരു പാമ്പായിട്ട്, ജീവനുള്ള ഒരു പാമ്പായിട്ട് രൂപാന്തരപ്പെട്ടു എന്നൊക്കെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ താഹ സൂറത്തിലും പിന്നെ ഖസസ് സൂറത്തിലും. ആ വടിയെ നിലത്തിട്ടപ്പോൾ ഇങ്ങനെ പാമ്പായി വന്നു. ഈ വിവരമൊന്നും ഇതാദ്യമായിട്ടാണ് മൂസ നബി അലൈഹി സ്വലാമിന് ഇങ്ങനെ ഒരു ആവശ്യം, ഒരു പ്രയോഗം കൂടി ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അല്ലാതെ മൂസ നബിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഈ പാമ്പായി വരല്, ഈ വടി പാമ്പാകുന്നത് അങ്ങനെ ഒരു അനുഭവം മുമ്പുണ്ടായിട്ടുമില്ല, കണ്ടിട്ടുമില്ല. മൂസ നബിയുടെ വടിയുമായിട്ട് അദ്ദേഹം എവിടെ പോകുമ്പോഴും വടി കയ്യിലുണ്ടാവും. അങ്ങനെ ആയിരുന്നു. അപ്പോ ഇത് കണ്ടപ്പോ മൂസ നബിക്ക് പേടിയായി. മൂസ നബിക്ക് പേടി വന്ന അല്ല പറയണ മൂസ അല്ല മൂസ നബിയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, അത് വടി പിടിക്ക്, വടിയെടുക്ക്, സനൊയ്തുഹ സീറത്തല്ലൂല, പഴയ രീതിയിൽ ആ വടിയായി തീരും എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു. അങ്ങനെ മൂസ നബി ആ വടിയെടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആയപ്പോ പേടിയായി. ഇത് ഫിറൗൻ കണ്ടു. ഫിറൗൻ കണ്ടപ്പോ ഉടനെ അവൻ പറഞ്ഞു, ഇത് മറ്റേ ജാലവിദ്യയാണ്, ഇതിവിടെ ഈ ഷെഹറിന്റെ ആളുകൾ സാഹിര്യങ്ങള് ഇങ്ങനെ ചില പണികളൊക്കെ ചെയ്യുന്നുണ്ട്, അതിൽപ്പെട്ട പണിയാണിത്, ഇത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് അവൻ തള്ളിയത് മാത്രമല്ല, മൂസ നബിനെ അങ്ങേയറ്റം കളവാക്കുന്ന രീതിയിൽ സംസാരിച്ചു. കളവാക്കുകയും വഷളാക്കുകയും ചെയ്യുന്ന വിധത്തിൽ സംസാരിച്ചു. എന്നിട്ട് അവൻ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പൊ കെദബ വാസ 21-ാമത്തെ ആയത്താണ്.
അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസ നബി അലൈഹിസ്സലാമിനെ ഫിർഔൻ തള്ളി പറഞ്ഞു, കളവാക്കി. ആ മൂസ നബിയുടെ അള്ളാഹുവിന്റെ കൽപ്പന, മൂസ നബിയിലൂടെ അവന് കിട്ടിയ കൽപ്പനകളെ ആ കൽപ്പന അവൻ ധിക്കരിച്ചു, അവൻ എതിർ പ്രവർത്തിച്ചു. അപ്പോ ഈ ഇത്ര വലിയ മൊയ്ജിസത്ത് അവന് കാണിച്ചു കൊടുത്തിട്ട് അതിനെ അവൻ തള്ളിപ്പറയുക ചെയ്തത്, ഇത് സെഹറാണെന്ന് പറഞ്ഞു. അങ്ങനെ 22-ാമത്തെ ആയത്തില് സുമ്മ അത് പറയസ്സ, പിന്നെ അവൻ ചെയ്തത് എന്താ? അവൻ പിന്തിരിഞ്ഞു ഓടുക. ഈ പാമ്പിനെ കണ്ടപ്പോ, ഇത്ര വലിയ സർപ്പത്തെ കണ്ടപ്പോ അവൻ പിന്തിരിഞ്ഞു ഓടുക. എന്താ? പേടിച്ചിട്ട്. ആരിബമ്മിനൽ ഹയ്യത്തി ഇസ്രാഫി മിൻ ഔലിമാറ, അവൻ കണ്ട ഈ ഭീകര സംഭവത്തിൽ അവൻ വല്ലാതെ പേടിച്ചു പോയി. രാജാവാണ്, ചക്രവർത്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പേടിക്കേണ്ട രംഗത്ത് പേടിക്കുമല്ലോ ആരായാലും. അങ്ങനെ പേടിച്ച് അവൻ പിന്തിരിഞ്ഞു ഓടുകയാണ്. സുമ്മ അദ്ബറ യസ്സ, അവൻ പിന്തിരിഞ്ഞു ഓടുക. വല്ലാമുദ്ബിറൻ ഹാരിബമ്മിനൽ ഹയ്യത്തി, പാമ്പിനെ തൊട്ട് പേടിച്ച് അവൻ ഓടുകയാണ്, പിന്തിരിഞ്ഞു ഓടുക. യസ്റാഫി മഷീ, അവന്റെ നടത്തത്തിൽ, അപ്പൊ അവൻ നടക്കുന്നത് വല്ലാതെ വേഗത്തിൽ നടക്കുകയാണ്, അങ്ങനെ ഓടുന്ന മാതിരി തോന്നുന്നു. മിൻ ഹൗലിമാറ, അവൻ കണ്ട ഈ കാഴ്ച വളരെ ഭീകരമായതായിരുന്നു അതിന്റെ പേര്. എന്നിട്ട് അവൻ ചെയ്തത് എന്താ? അങ്ങനെ പിന്തിരിഞ്ഞ് ഓടിയിട്ട് അവൻ ഹഷറഫനാഥ. അപ്പൊ ഹഷറഫനാഥ ഒക്കെ ചുരുക്കമാണ് പറയുന്നത് ഇതില്, ഈ ചെറിയ ചെറിയ ആയത്തുകളാണ്. ഹഷറഫനാഥ, അവൻ ആളുകളെ ഒരുമിച്ച് കൂട്ടി. ഹഷറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി. ആരെ ഒരുമിച്ച് കൂട്ടി? അവന്റെ സൈന്യത്തെ, അവന്റെ പിന്നെ അത്തുബായനെ, അവന്റെ പിന്നെ ആളുകളെ, വലിയ വലിയ ആളുകളുണ്ടല്ലോ, മന്ത്രിമാരും മറ്റുള്ളവരൊക്കെ, അവരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി. ആളുകളെ, ഈജിപ്തിലുള്ള കുറെ ആളുകളെയും അവിടെ ഒരുമിച്ച് കൂട്ടി ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടിയത് നമ്മൾ പിന്നെ ഖസസ് സൂറത്തിൽ വിവരിച്ചിട്ടുണ്ട്. മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് മൂപ്പർ അവിടെ വെച്ചിട്ടൊരു പ്രസംഗം എല്ലാവരോടായിട്ട്. ഫഹശറ, അപ്പോൾ അവൻ ഒരുമിച്ച് കൂട്ടിയത് സാഹിര്യങ്ങളെ. ആ സാഹിര്യങ്ങൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ ആളെ അയച്ച് അവര് ഇന്ന സ്ഥലത്ത് ഇത്ര മണിക്ക് എല്ലാവരും എത്തണമെന്ന്. അങ്ങനെ 72ഓളം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൈന്യത്തിനും കൊണ്ടു വന്നു. അല്ലാത്ത അവന്റെ പിന്നെ അവന്റെ കൂടെയുള്ള ആളുകള് ഒരു രാജസദസ്സിൽ ആരൊക്കെ ഉണ്ടാവും? പല ജാതി ആളുകളും ഉണ്ടാവും. പ്രധാനപ്പെട്ട വ്യക്തികളെ ഉണ്ടാവുള്ളൂ അവിടെ ആ രാജസദസ്സിൽ. അവരെല്ലാവരും കൊണ്ടുവന്നു. പിന്നെ ഹാമാൻ പ്രധാനമന്ത്രിയാണല്ലോ ഫിറഔന്റെ. ആ ഹാമാൻ മുതൽക്കുള്ള എല്ലാ മന്ത്രിമാരെയും മറ്റുമൊക്കെ അവിടെ സമ്മേളിപ്പിച്ചു. എന്നിട്ട് ഫനാദ, അവൻ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം? ഫഖാല ആളുകളോടായിട്ട് അവൻ ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ അവൻ പറഞ്ഞത് ഫഖാല, അവൻ പറഞ്ഞ അന റബ്ബുക്കുമുൽ-ആല, ഞാൻ നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവാണ്. ഞാനല്ലാതെ ഒരു രക്ഷിതാവ് നിങ്ങൾക്കില്ല. ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ് എന്ന് അവൻ ഉറക്കെ ശബ്ദത്തിൽ പറഞ്ഞു. കാലബി സൗത്തിൻ ആലിൻ, വളരെ ഉച്ചത്തിൽ അവൻ പറഞ്ഞു, അന റബ്ബുക്കുമുൽ മഅബൂദുൽ അലീം, ഞാനാണ് നിങ്ങളുടെ ആരാധ്യൻ, മഹത്വമുള്ള. അലീം എന്ന് പറഞ്ഞത് മഹാനായ. മഅബൂദ് ഞാനാണ്. അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്. അൽ മഅബൂദ്, ആരാധ്യനായ. ഇബാദത്ത് എടുത്തത് എനിക്കാണ്, എനിക്ക് ഇബാദത്ത് എടുക്കണം. അതാണ് ഞാൻ, മഅബൂദാണ് നിങ്ങളുടെ. അൽ അലീം, മഹാനായ. അല്ലദീ ലാ റബ്ബ ഫൗഖി, എന്റെ മീതങ്ങൾക്കൊരു പടച്ചമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞു. അപ്പൊ കാര്യം തിരിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവിടെ രാജസദസ്സില്. ഈ പൊട്ടൻ ഇങ്ങനെ പലതും വിളിച്ചു പറയാ എന്നുള്ളത് അവിടെ കാര്യം അറിയുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടാവാം. ഉള്ളതാണെങ്കിലും അവര് മനസ്സിലാക്കും ഇവനൊരു
പൊട്ടത്തരം പറയാണെന്നുള്ളത്. അങ്ങനെ പക്ഷേ രാജാവല്ലേ പറയണത്, കഴുത്തുമ്പോൾ എന്ന് വെച്ചിട്ട് ആരും മിണ്ടില്ല. അങ്ങനെയാണല്ലോ. പിന്നെ പല രാജസദസ്സുകളും അങ്ങനെയാണ്. രാജാവോ അല്ലെങ്കിൽ അധികാരമുള്ള ആളുകൾ പലതും പറയും, ആ സമയത്ത് അതിനെ എതിർക്കാൻ നിൽക്കില്ല. എതിർത്താൽ അവിടെ തല പോവും അതിൻ്റെ പേരിൽ. അപ്പോ അങ്ങനെ പറയുന്ന അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവും. ഇവനൊന്നും പഠിച്ചവനല്ല എന്ന് മനസ്സിലാക്കുന്ന ആളൊക്കെ ഉണ്ടാവും. 25-ാമത്തെ ആയത്ത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടി. നക്കാലൽ ആഖിറത്തി, അവസാനം പറഞ്ഞ വാക്കിന് ശിക്ഷ കൊടുക്കാൻ വേണ്ടി. വല്ലൂല, ആദ്യം പറഞ്ഞ വാക്കിനും. ആദ്യം അവനെന്ന് പറഞ്ഞു, അവസാനം ചില വാക്കുകൾ അവന് പറഞ്ഞിട്ടുണ്ട്. അവസാനം പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതാ. അതേതാ? അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്ന ആ വാക്ക്. ആദ്യം പറഞ്ഞത് എന്താ? അതും നമുക്ക് നോക്കാം. വൽ മഖാല അഖദഹുല്ലാഹു നകാലൽ ആഖിറത്തി വല്ലൂല അഹ്ലക്കഹുല്ലാഹു, അള്ളാഹു അവനെ നശിപ്പിക്കാൻ വേണ്ടി പിടികൂടി. ഉഖൂബത്തൻ ലഹു, അവന് ശിക്ഷയായിട്ട് അലാ മഖാലത്തിഹിൽ അഖീറ, അവന്റെ അവസാനത്തെ വാക്കിന്. ആ അവസാനത്തെ വാക്ക് ഏതാ? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ്, ഞാനല്ലാത്ത എന്റെ മേലെ നിങ്ങൾക്കൊരു രക്ഷിതാവില്ല. നിങ്ങളുടെ ആരാധ്യൻ ഞാനാണ്, എനിക്കാണ് നിങ്ങൾ ആരാധന ചെയ്യേണ്ടത്, ഇബാദത്ത് എടുക്കേണ്ടത്. എന്നെ കവച്ചു വെക്കുന്ന ഒരു മഅബൂദ്, ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല എന്ന് ഷുവറായിട്ട് അവൻ പറയാം, ഉറക്കം പറയാം. ഇതിന് ശിക്ഷ കൊടുക്കണമല്ലോ അവന്. അതിനു വേണ്ടി അള്ളാഹു അവനെ പിടികൂടി. വൽ മക്കാലത്തിൽ ഊല, ആദ്യത്തെ അവന്റെ വാക്കിന്. ആദ്യത്തെ വാക്ക് എന്താ? മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി എന്ന് മുമ്പ് പറഞ്ഞിട്ടുവൻ. എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾക്ക് മിൻ ഇലാഹിൻ, ഒരു ഇലാഹുണ്ട് എന്ന്. ഗൈരി, ഞാനല്ലാത്ത ഒരു ദൈവം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ആളുകളുടെ ഈ സപ്പോർട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ആളുകള് ഇവനിൽ നിന്ന് ഒഴിവായി പോവാതിരിക്കാൻ വേണ്ടി ആണ് ഇതൊക്കെ, ഈ വക കാര്യങ്ങളൊക്കെ അവൻ പറയുന്നതും ആളുകളുള്ളടത്ത് പ്രസംഗിക്കുന്നതും ഒക്കെ. പൊട്ടത്തര പറയുന്നതെന്നാൽ 10 ആളെങ്കിലും മനസ്സിലാക്കാനുണ്ടാവും. പക്ഷെ അത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തല പോവും. അതിന്റെ പേരിൽ ആരൊന്നും പറയില്ല, മിണ്ടില്ല. അപ്പൊ ഇതിന് ചിലര് ആഖിറം എന്നുള്ളതിന് പരലോകം എന്നും, ഊല എന്ന് പറഞ്ഞ ദുന്യാവ് എന്നും ചിലര് പരിഭാഷയിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിവിടെ തഫ്സീറിൽ നിന്നാണ് ഇത് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോ തഫ്സീറിലുള്ള അർത്ഥമാണ് നമ്മളീ പറയുന്നത്. ആദ്യം പറഞ്ഞ വാക്കും അവസാനം പറഞ്ഞു. പരലോകത്തിനും ദുന്യാവിലും വെച്ച് അവൻ പറഞ്ഞതിന് ശിക്ഷിക്കാൻ വേണ്ടി എന്നാണ് ഇവിടെ ചില പരിഭാഷക്കാർ എഴുതിയിട്ടുള്ളത്. അല്ലാഹു അഅലം. അത് നമ്മൾ ഇത് പറയുന്നത് ഈ ആദ്യത്തെ അവസാനത്തെയും അവന്റെ വാക്കുകൾ. ആദ്യം പറഞ്ഞ വാക്കുകൾ വളരെയധികം അപകടകരമായ വാക്കാണ് പറഞ്ഞത്, അന റബ്ബുക്കുമുൽ അഅല എന്നുള്ളത്. അപ്പൊ അത് പറഞ്ഞതിന് അതിന് യോജിച്ച ശിക്ഷ അവന് കൊടുക്കണം. അതാണ് ആഖിറത്ത് എന്ന് പറഞ്ഞത്. അൽ മഖാലൽ ആഖിറ, അവസാനത്തെ വാക്ക്. ഇനി അൽ മഖാലൽ ഊല എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞ വാക്കാണ്. അതേതാ? മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ വാക്ക്. ഇങ്ങനെ ആദ്യത്തെയും അവസാനത്തെയും വാക്കുകൾ എന്നുള്ളതാണ് ഇതിന് തഫ്സീറിൽ അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇനി 26-ാമത്തെ ആയത്ത്, ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിമൻ യഖ്ശാ. ഈ ആയത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാൻ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നിഷ്പ്രയാസം കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് ചെയ്യുക. പിന്നെ നമ്മളുടെ അക്യുറേറ്റ് ട്രാൻസ്ലേഷൻ സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നടക്കുന്നത്, ഇവിടെ ഈ
ഇവിടെ ട്രാൻസ്ലേഷൻ സെന്റർ എന്ന് പറയാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ട്രാൻസ്ലേഷൻ അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി, മലയാളം മുതലായ ഭാഷകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ അറബി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അറബി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ എത്ര വലിയ ഉയർന്ന വർക്കുകളാണെങ്കിലും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈവൻ ഇപ്പോൾ ഭൂമിയുടെ ആധാരങ്ങളൊക്കെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആധാരങ്ങൾ മലയാളത്തിലുള്ളത് ഇംഗ്ലീഷാക്കി കൊടുക്കണം. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പർ തമ്പനയിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾക്ക് വർക്കുകളും ക്ലാസ്സുകളും ശരിക്കും നടത്താൻ കഴിയും. പിന്നെ കുറഞ്ഞ ചാർജിലാണ് വർക്കുകൾ ചെയ്തു കൊടുക്കുന്നത്. അത് വർക്കുകൾ ഓൺലൈനായിട്ട് ഇവിടെ എനിക്ക് അയച്ചു തരികയും ചെയ്താൽ അതേപോലെ ഓൺലൈനായിട്ട് തിരിച്ചയക്കുകയും ചെയ്യും വർക്ക് ചെയ്തിട്ട്. അപ്പോൾ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് നടത്തുകയും ചെയ്യാം. പിന്നെ അറബി കവിതകൾ മഅല്ലഖാത്തു സബ്അ എന്ന് പറഞ്ഞിട്ട് 7 കവിതകളുണ്ട്. വളരെ റസൂലിൻ്റെ കാലത്തിന് മുമ്പുള്ള കവിതകളാണ് അതൊക്കെ. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ കവിതകൾക്ക് എന്താണ് അതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ, ഈ കവിതകൾ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള എക്സാമിനേഷൻ, അറബി എക്സാമിനേഷനൊക്കെ ഈ കവിതകൾ ഇന്നും സിലബസിലുള്ളതാണ്. അപ്പോൾ അതെല്ലാം പഠിക്കാൻ ആവശ്യക്കാർക്ക് അത് ക്ലാസ് എടുത്ത് കൊടുക്കും. ഓൺലൈനായിട്ടും മറ്റുമൊക്കെ നേരിട്ട് വന്ന് ആ ക്ലാസ് കൊടുക്കും. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ ഇസ്ലാമിൻ്റെ കാലം മുതൽക്ക്, ഇസ്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് ഉള്ള 2 കവിതയാണ് ബാനസ്വാദയും ബുർദയും. അത് റസൂലിന്റെ മദഹാണ് 2. ഒന്ന് ബാനസ്വാദ റസൂലിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് കഅബ് ബിൻ സുഹൈർ എന്ന സഹാബി പാടിയ കവിതയാണ്. ബുർദ എന്ന് പറയുന്നത് ഇമാം ബൂസീരി പാടിയ കവിതയാണ്. അത് മുഴുവനും റസൂലിന്റെ മദഹാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് കൊടുക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ പിന്നെ അറിയിക്കുകയാണ്. ഇതനുസരിച്ച് ആവശ്യക്കാരുള്ളത് അവർക്ക് നേരിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം ഫോൺ നമ്പറിലൂടെ ഉണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയാണ്. അപ്പോൾ ഇനി 26-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.